അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക് ടു റിനീസ് വേൾഡ്. ഞാൻ വന്നിട്ടുള്ള ഒരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയുമായിട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ സെലിബ്രിറ്റി പേളി മണിയുടെ ഒരു റെസിപ്പിയാണ്. അപ്പോൾ ഇതിന് മുന്നേ ഒരുപാട് ആൾക്കാർ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കിയപ്പോൾ ജസ്റ്റ് ഒന്ന് വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഇത് ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതേപോലെ തന്നെ വളരെ ഈസി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് ആണ്. ഒന്നും തന്നെ ഇല്ലാതെ തന്നെ നമുക്ക് വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ഈസി റെസിപ്പിയാണ്. അപ്പം ഫുള്ളായിട്ട് സ്കിപ്പ് ചെയ്ത് കാണണേ. അപ്പോൾ ഇതിന് ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത്, ഞാനിവിടെ ഒരു വലിയ ഉള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ. അത് നമ്മുടെ സവാളാണ് എടുത്തിട്ടുള്ളത്. അത് ചെറുതായിട്ടൊന്ന് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഒരു വലിയ തക്കാളി എടുത്തിട്ട് ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഒരു പച്ചമുളക് എടുക്കുന്നുള്ളൂ കേട്ടോ. ഒരു പച്ചമുളക് എടുത്തിട്ട് ചെറുതായിട്ടൊന്ന് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ മെയിനായിട്ടുള്ള ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് നമ്മുടെ കോഴിമുട്ടയാണ്. അത് ഞാൻ 3 എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ 3 കോഴിമുട്ട എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് വേണ്ടത് കുറച്ചൊരു പാലാണ് കേട്ടോ. ഒരുപാട് പാലൊന്നുണ്ട്, ഒരു 2-3 സ്പൂണോളം നമുക്ക് മതി കേട്ടോ. ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുന്ന സമയത്തൊന്ന് ഒരു 3 ടേബിൾ സ്പൂണോളം നമുക്ക് പാലും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ അത് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുക. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം കേട്ടോ. നമുക്ക് ആവശ്യത്തിനുള്ള ലേശം ഒരു നുള്ള ഉപ്പ് എന്നുള്ള ലെവൽ അതൊക്കെ ആവശ്യത്തിനനുസരിച്ച് നമുക്ക് ചേർക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ രാവിലെ ഈ കറി ഇല്ലാത്ത സമയത്ത് അല്ലെങ്കിൽ കറി ഉണ്ടാക്കാനൊക്കെ മടിയുള്ള സമയത്തൊക്കെ ഉണ്ടാക്കാൻ പറ്റാവുന്ന ഈസി ആയിട്ട് നമുക്ക് കഴിക്കാനും ഇഷ്ടം തോന്നുന്ന തരത്തിലുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റാണ് കേട്ടോ. എല്ലാവർക്കും ഇഷ്ടപ്പെടും. നമുക്ക് കോഴിമുട്ടൊക്കെ ഇഷ്ടമുള്ളവരാണെന്നുണ്ടെങ്കിൽ എന്തായിട്ടും ഇഷ്ടപ്പെടും കേട്ടോ. അപ്പോൾ നമ്മൾ അതൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അതിനുശേഷം നമ്മളൊരു ഫ്രൈ പാൻ എടുത്തിട്ട് അതിലേക്ക് ഓയിലിട്ട് കൊടുത്തിട്ട് നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുള്ള ഉള്ളി പച്ചമുളക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കാം കേട്ടോ. ഒരുപാട് അങ്ങോട്ട് താളി വാടണ്ട, ആവശ്യത്തിനൊന്ന് വാടിയെടുത്ത് വന്നതിന് ശേഷം നമുക്ക് തക്കാളിയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കാം കേട്ടോ. നമ്മുടെ ഉള്ളി ഏകദേശം ഇവിടെ വാടി വന്നിട്ടുണ്ട്. അതിനുശേഷം നമുക്കിതിലേക്ക് തക്കാളി കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കട്ടോ. അപ്പോൾ ഇങ്ങനെ നമ്മുടെ പച്ചക്കറിക്ക് അനുസരിച്ച് നമ്മുടെ വീട്ടിൽ വേറെയും പച്ചക്കറി കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കിതിൽ ക്യാപ്സിക്കം അല്ലെങ്കിൽ ക്യാരറ്റ് കാര്യങ്ങളൊക്കെ നമുക്ക് ആഡ് ചെയ്യാം കേട്ടോ. ഞാനിവിടെ ഉള്ളി തക്കാളി പച്ചമുളക് നമുക്ക് എല്ലാവർക്കും കിട്ടുന്ന ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് കാണിച്ചെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഉള്ളിയും തക്കാളിയും പച്ചമുളക് ഇട്ടിട്ടാണ് ഞാൻ ജസ്റ്റ് ഒന്ന് ഉണ്ടാക്കിയെടുക്കുന്നത്. ഒന്ന് നന്നായിട്ട് വാട്ടിയെടുത്തതിന് ശേഷം കുറച്ചൊന്ന് താളി വരുമല്ലോ, ആ താളി വന്നതിന് ശേഷം നമ്മളിതിലേക്ക് കോഴിമുട്ട പാർന്ന് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് നന്നായിട്ടൊന്ന് പരത്തി വെച്ചതിന് ശേഷം നമ്മൾ അടിച്ച് വെച്ചിട്ടുള്ള കോഴിമുട്ട ഇതിലേക്ക് ഒഴിക്കുകയാണ്. നമുക്കിതിലേക്ക് കോഴിമുട്ട ഒഴിച്ച് കൊടുക്കാം കേട്ടോ. അങ്ങനെ മുഴുവനായിട്ട് കവർ ചെയ്യുന്ന രീതിയിൽ നമ്മൾ കോഴിമുട്ട ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമ്മളൊരു സിമ്മിൽ വെച്ചതിന് ശേഷം നമ്മളത് വേവിച്ചെടുക്കാണ് ചെയ്യുന്നത്. ഇത് ജസ്റ്റ് നമുക്ക് മറിച്ചിടേണ്ട ആവശ്യമൊന്നും വരുന്നില്ല. അഥവാ നമുക്ക് ഒരു ഹാഫ് വേവ് ഇഷ്ടമില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് നമുക്ക് മറിച്ചിട്ടിട്ട് വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ അത് കണ്ടില്ല, നമ്മൾ സിമ്മാക്കിയിട്ട് വേവിച്ചെടുത്താൽ ഇതേപോലെ തന്നെ കുറച്ചൊന്ന് പൊന്തി വരും കേട്ടോ. അപ്പോൾ ആ ഒരു ലെവലിൽ തന്നെ നമുക്ക് സെർവ് ചെയ്യാം, അല്ലെങ്കിൽ ജസ്റ്റ് ആ ഒരു ഭാഗം നമുക്ക് മറിച്ചിട്ടിട്ട് കഴിക്കും ചെയ്യാം കേട്ടോ. ഞാൻ ജസ്റ്റ് ഒന്ന് എന്തായാലും മറിച്ചിടുന്നുണ്ട്. ഇങ്ങനെയാണ് നമുക്ക് സെറ്റിൽ വരിക. ഇങ്ങനെയുള്ള സമയത്ത് നമുക്ക് ഇതിലേക്ക് കുറച്ച് ചില്ലി ഫ്ലേക്സ് കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ കുരുമുളക് പൊടി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യുക. ഞാൻ അതൊന്നും തന്നെ ആഡ് ചെയ്യുന്നില്ല. ഈ ഒരു ഇതിൽ നിന്ന് നമ്മൾ സെർവ് ചെയ്യുകയാണ്. അതുപോലെ തന്നെ മറിച്ചിടുന്നുണ്ടെങ്കിൽ മറിച്ചിടട്ടോ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് മറിച്ചിടാൻ നോക്കുകയാണ്. അപ്പം മറിച്ചിട്ടിട്ട് നമുക്ക് കഴിക്കട്ടോ. ഒന്ന് ജസ്റ്റ് എല്ലാ ഭാഗവും നന്നായിട്ട് വെന്ത് വരണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യട്ടോ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് മറിച്ചിട്ടിട്ട് ഒരുപാടൊന്നും വേവിക്കുന്നില്ല. അപ്പോൾ തന്നെ ജസ്റ്റ് ഒന്ന് ഗ്യാസ് ഓഫ് ചെയ്യാൻ കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് രാവിലെ നല്ല എന്താ പറയുക, നമുക്ക് ഈ പത്തിരി കഴിക്കാൻ മടിയുള്ളവർ, അതേപോലെ തന്നെ കറി ഇല്ലാത്തൊക്കെ ഒരു സമയമാണെന്നുണ്ടെങ്കിൽ നമുക്ക് അടിപൊളിയായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഈസി ബ്രേക്ക്ഫാസ്റ്റാണ് കേട്ടോ. അപ്പോൾ രാവിലെ നമ്മുടെ വയറ്റിലേക്ക് ഒരു 3 എഗ്ഗും ആയി, അതേപോലെ തന്നെ കഴിക്കാൻ ഇഷ്ടത്തോടെ കഴിക്കും ചെയ്യും കേട്ടോ. അപ്പം വളരെ ഈസി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ് ഇത്. പേളി മണി ഏതോ ഡേ ഇൻ മൈ ലൈഫിലായിട്ട് ചെയ്തിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഉണ്ടാക്കിയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റാണ്. സംഭവം പൊളിയാണ് കേട്ടോ. നമുക്ക് രാവിലെയൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു ഈസി ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ്. അപ്പോൾ മസ്റ്റായിട്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, ഇതുവരെ ട്രൈ ചെയ്ത് നോക്കാത്തവർ കേട്ടോ. അപ്പോൾ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതേപോലെ തന്നെ ഓൾ എന്ന ബട്ടണൊക്കെ അമർത്തിയാണെന്നുണ്ടെങ്കിൽ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കിട്ടും കേട്ടോ. അപ്പോൾ ഞാൻ ഫൈനൽ ലുക്ക് കാണിച്ചു തരാം. ഞാൻ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തിട്ട് നമുക്ക് മക്കൾക്കും കഴിക്കാനുള്ള ലെവലിൽ ജസ്റ്റ് ഒന്ന് ചെറിയ പീസസ് ആക്കിയിട്ട് കട്ടാക്കുന്നുണ്ട് കേട്ടോ.
അപ്പോൾ ഈ യൂട്യൂബ് ചാനലിൽ ഞാൻ കുക്കിംഗ് വീഡിയോ മാത്രമല്ല നമ്മൾ സ്റ്റിച്ചിങ് വീഡിയോസും കാര്യങ്ങളൊക്കെ ആക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ചുരിദാർ അടിക്കുന്നത്, അതേപോലെ തന്നെ പുതിയ പുതിയ മോഡലിൽ കുർത്തീസ് കാര്യങ്ങളൊക്കെ അടിക്കുന്ന ചെറിയ ചെറിയ വീഡിയോസൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരെ കാണുന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പോയി കാണട്ടോ, കണ്ട് സപ്പോർട്ട് ചെയ്യണം. പിന്നെ ഇതാ നമ്മുടെ ഇത് ജസ്റ്റ് ഒന്ന് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. സംഭവം ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐറ്റം തന്നെയാണ് കേട്ടോ. അപ്പോൾ ചെയ്ത് നോക്കാത്തവർ ഒന്ന് ബെസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കാം. ഇതുപോലുള്ള അടിപൊളി ബ്രേക്ക്ഫാസ്റ്റും അതേപോലെ തന്നെ ചെറിയ ചെറിയ കുക്കിംഗ് വീഡിയോസുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.